ജാൻവി സർ. ചെറിയൊരു ഭയത്തോടെ ജാനി നിന്നു. എന്റെ ക്ലാസ്സിലിരിക്കുമ്പോൾ സ്വപ്നം കണ്ടിരിക്കരുത്. തന്നോട് ഞാൻ പലവട്ടം പറഞ്ഞിട്ടുള്ളതാണ്. സോ സോറി സർ. ഉമിനീർ വിഴുങ്ങിക്കൊണ്ട് അവൾ ഒരുവിധം പറഞ്ഞൊപ്പിച്ചു. ദിസ് ഈസ് യുവർ ലാസ്റ്റ് വാണിംഗ്. സിറ്റ് ഡൗൺ. ആശ്വാസത്തോടെ ജാനി അവളുടെ സീറ്റിലേക്ക് ഇരുന്നു. അനന്തൻ സാർ ക്ലാസ് കഴിഞ്ഞ് പോയപ്പോൾ ഇത് ജാനിയുടെ കയ്യിൽ തട്ടി. എന്തു പറ്റി ജാനി? നീ എന്തിനാ വല്ലാതെ ഡെസ്പായിരിക്കുന്നേ? മിതു ചോദിച്ചു. എന്തോ എനിക്കറിയില്ല മിതു. അരുതാത്തത് എന്തോ സംഭവിക്കാൻ പോകുന്നു എന്നൊരു തോന്നല്. എന്ത് സംഭവിക്കാൻ? എന്തൊക്കെയോ ആവശ്യമില്ലാത്തത് നീ ആലോചിച്ച് കൂട്ടിയിട്ട് ഇങ്ങനെയൊക്കെ തോന്നുന്നത്. മര്യാദയ്ക്ക് ക്ലാസ്സിൽ ശ്രദ്ധിച്ചിരുന്നോണം, കേട്ടല്ലോ. എക്സാംസ് ആണ് വരാൻ പോകുന്നത്. തൽക്കാലം മനസ്സിലെ ആവശ്യമില്ലാത്ത ചിന്തകളൊക്കെ മാറ്റിവെക്കുക. എന്നിട്ട് മനസ്സിനെ പരീക്ഷയ്ക്ക് വേണ്ടി പാകപ്പെടുത്ത്. അതിനു പകരം ഓരോരോ വട്ട് ചിന്തകൾ. അഭി ഇരിക്കുന്നിടത്ത് ഇരുന്നുകൊണ്ട് ജാനിക്ക് എന്തു പറ്റിയെന്നൊക്കെ മിഥുനോട് ആംഗ്യം കാണിച്ച് ചോദിക്കുന്നുണ്ട്. അടുത്ത അവറിനായി ബിന്ദു മിസ് ക്ലാസ്സിലേക്ക് വന്നതോടെ പിന്നെ പറയാമെന്ന് അവൾ ചുണ്ടനക്കി. ഓരോരോ അവറുകളായി കഴിഞ്ഞുപോയെങ്കിലും ജാനിയുടെ മനസ്സിലെ ടെൻഷൻ ഓരോ നിമിഷം കഴിയുമ്പോഴും കൂടിക്കൂടി വന്നു. അവസാനം ക്ലാസ് കഴിഞ്ഞ് മിഥുനോടും അഭിയോടും യാത്ര പറഞ്ഞ് ജാനി കാറിനടുത്തേക്ക് നടന്നു. പിന്നെ പെട്ടെന്ന് എന്തോ ഓർത്ത പോലെ അഭിയെ തിരികെ വിളിച്ചു. അഭി, എന്താടാ? വാ, നിന്റെ വണ്ടി വർക്ക്ഷോപ്പിലിരിക്കുമല്ലേ? ഞാൻ അവിടേക്ക് നിന്നെ ഡ്രോപ്പ് ചെയ്യാം. വേണ്ടടി, ഞാൻ ബസ്സിൽ പോയിക്കോളാം. ഹാ, വാടാ. ബസ്സിലൊക്കെ ഈ സമയം നല്ല തിരക്കായിരിക്കും. നിനക്ക് വർക്ക്ഷോപ്പിൽ പോയി വണ്ടി എടുത്തുകൊണ്ട് വന്ന് നേരെ ചായക്കടയിലേക്ക് പോകാമല്ലോ. അത് കേട്ട് നിന്ന മിഥുവും അത് ശരിവെച്ചു. അവിടെ കൂടി ചെല്ല ബി, ഇല്ലെങ്കിൽ നീ ഒരുപാട് ലേറ്റ് ആകും. മിഥു കൂടി പറഞ്ഞതോടെ അബി ജാൻവിക്കൊപ്പം കാറിൽ വർക്ക്ഷോപ്പ് വരെ പോകാൻ തീരുമാനിച്ചു. അബിയുമായി എന്തോ പറഞ്ഞുകൊണ്ട് കളിച്ച് ചിരിച്ച് കാറിനടുത്തേക്ക് വരുന്ന ജാനിയെ കാണിക്കെ മോഹന്റെ മുഖം ചുളുങ്ങി. ഇതാരാ? ഇവനെയൊന്നും വണ്ടി കയറ്റാൻ പറ്റില്ല. അവരടുത്തു കണ്ടപ്പോഴേ ഡോർ തുറങ്ങിച്ച് ഇറങ്ങിച്ചെന്ന് മോഹൻ പറഞ്ഞു. അബി ആകെ വല്ലാതായി. മോഹന്റെ പറച്ചിൽ ജാനി അത് കാണുകയും ചെയ്തു. അതിന് ഇവനെ വണ്ടിയിൽ കയറ്റാൻ പറ്റില്ല എന്ന് പറയാൻ താൻ ആരാടും? എന്റെ വീട്ടുകാർ ശമ്പളം തന്ന് നിർത്തിയിരിക്കുന്ന ഒരു ജോലിക്കാരൻ. തൽക്കാലം താൻ തന്റെ വണ്ടി നോക്കിയാൽ മതി. അല്ലാതെ വണ്ടിയിൽ ആരൊക്കെ കയറുന്നു, അവരൊക്കെ എവിടെയൊക്കെ ഇറങ്ങുന്നു എന്നൊന്നും താൻ തൽക്കാലം അന്വേഷിക്കാൻ നിൽക്കണ്ട. താക്കിയതുപോലെ ജാൻവി പറഞ്ഞതും മോഹൻ ചൂളിപ്പോയി. ജാനിയുടെ വാക്കുകേട്ട് അബിക്ക് സന്തോഷം തോന്നി. എന്നാൽ ജാനിയുടെ ശബ്ദം അല്പം ഉയർന്നതുകൊണ്ട് തന്നെ കോളേജ് വിട്ട് അതുവഴി പുറത്തേക്ക് പോകാൻ നിന്ന കുട്ടികൾ അവിടെ പോകാതെ ചുറ്റും കൂടി നിന്നു. അതൊക്കെ കാണെ മോഹന് വല്ലാത്ത അപമാനം തോന്നി. അയാൾ കടപ്പല്ലും ഞെരിച്ചുകൊണ്ട് ജാൻവിയെ നോക്കി. അവളാണ് അയാളെ മൈൻഡ് പോലും ചെയ്യാതെ അഭിയുമായി നേരെ കാറിലേക്ക് കയറി. മോഹന്റെ ദേഷ്യം നിയന്ത്രണാതീതമായി. അയാൾ കുറച്ചപ്പുറം മാറി നിന്ന് മാനസിയുടെ ഫോണിലേക്ക് വിളിച്ചു. എന്താ മോഹൻ? കോളേജ് കഴിഞ്ഞ് ജാൻവി വന്നില്ലേ? വന്നു മേഡം. പക്ഷേ ജാൻവിക്കൊപ്പം ഒരു ചെക്കൻ കൂടിയുണ്ട്. ഇന്ന് രാവിലെ ഞാൻ അയച്ചു തന്ന വീഡിയോയിൽ കണ്ട അതേ പയ്യൻ. അവനൊന്നും വണ്ടി കയറ്റാൻ പറ്റില്ല. മേഡ പറഞ്ഞാൽ എൻ്റെ പണി പോകുന്നൊക്കെ ഞാൻ പറഞ്ഞപ്പോൾ ജാൻവി പറയുക, തൻ്റെ മേഡ പറഞ്ഞാൽ എനിക്കൊരു ചുക്കുമില്ലെന്ന്. മാത്രമല്ല, ജാൻവിയുടെ ഈ വിധ പ്രവൃത്തികളെ എതിർത്താൽ എനിക്കെതിരെ മേഡത്തിനോട് ഓരോ നുണക്കഥകൾ പറഞ്ഞ് എൻ്റെ ജോലി ഇല്ലാതാക്കുമെന്ന് പറഞ്ഞു. മോഹൻ പറയുന്ന ഓരോ വാക്ക് കേൾക്കുമ്പോഴും മാനസിക ദേഷ്യം കൊണ്ട് വിറച്ചു. അവൻ്റെയും ജാൻവിയുടെയും ഒരു ഫോട്ടോ ഞാൻ മേഡത്തിന് അയച്ചിട്ടുണ്ട്. അത് പറയുന്നതോടൊപ്പം തന്നെ ജാൻവി അഭിയും കൂട്ടി കാറിനടുത്തേക്ക് നടക്കുമ്പോഴും അയാൾ എടുത്തിരുന്ന ഒന്ന് രണ്ട് ചിത്രം അതേപടി മാനസിക്ക് അയച്ചു കൊടുത്തു. മറിച്ചൊന്നും പറയാതെ മാനസി ഫോൺ കട്ട് ചെയ്തു. അതേസമയം മോഹന്റെ മുഖത്ത് തെളിഞ്ഞ ഒരു പാവം അത് സന്തോഷത്തിൻ്റെതായിരുന്നു. ജാനിയുടെ ദിനങ്ങൾ എണ്ണപ്പെട്ട് കഴിഞ്ഞുവെന്ന് അയാൾക്ക് ഏകദേശം വ്യക്തമായി. അതേസമയം മാനസിക നമ്പറിലേക്ക് ആ ഫോട്ടോ മറ്റൊരു നമ്പറിലേക്ക് അയച്ചു. പിന്നാലെ അവൾക്ക് ആ നമ്പറിൽ നിന്നും ഒരു കോൾ വന്നു. സ്റ്റീഫൻ, ഞാൻ അയച്ചു തന്ന ഫോട്ടോ കണ്ടിരുന്നില്ലേ? അവനാണ് ആള്. കണ്ടു മേഡം. നീറി നീറി ജീവിക്കണം, ആ അവസ്ഥയിൽ കൊണ്ടെത്തിക്കണം. ഓക്കെ മാഡം. മാനസിയുടെ ചുണ്ടിൽ ക്രൂരമായ ഒരു ചിരി പടർന്നു. ഇതൊന്നും അറിയാതെ, ഇനി എന്താണ് സംഭവിക്കാൻ പോകുന്നതെന്ന് പോലും അറിയാതെ കാര്യമായ എന്തോ ചർച്ചയിലായിരുന്നു അഭിയും ജാനിയും ആ സമയം. മുഖത്തൊളിപ്പിച്ച വന്യമായ ചിരിയോടെ മോഹൻ വണ്ടിയെടുത്തു.
അബിയോട് എന്തൊക്കെയോ പറഞ്ഞ് പൊട്ടിച്ചിരിക്കുന്ന ജാനിയെ അയാൾ ഫ്രണ്ടിലെ മിററിൽ കൂടി കാണുന്നുണ്ട്. ഒരു വേള അവളെ ഒന്ന് സൂക്ഷിച്ചു നോക്കിയതും അയാളിൽ ഒരു തരിപ്പ് പടർന്നു. വെണ്ണ പോലൊരു പെണ്ണ്. അടുത്ത് കണ്ടാൽ അവളെ ഒന്ന് അറിയാൻ പോകുന്ന സൗന്ദര്യം. മോഹൻ മനസ്സിലോർത്തു. കണ്ണാടിയിൽ കൂടി ജാനിയെ നോക്കുന്ന മോഹന്റെ നോട്ടം അത്ര ശരിയില്ലെന്ന് കണ്ടതും അബി പല്ലിഞ്ഞെരിച്ചു. ഈ സമയം എന്തോ ആവശ്യത്തിന് ഫോണിൽ ഏതോ വീഡിയോ ഓൺ ചെയ്ത ജാനി അത് കേട്ടില്ല. പക്ഷെ അബിയുടെ ആ നോട്ടം കൃത്യമായി മോഹൻ കണ്ടിരുന്നു. അതോടെ അയാൾ നോട്ടം മറ്റെങ്ങോട്ടേക്കോ പായിച്ചുകൊണ്ട് വണ്ടി ഓടിക്കൽ തുടർന്നു. ജാനി, ആ ഡ്രൈവറുടെ നോട്ടം അത്ര ശരിയല്ല. നീ ഒന്ന് സൂക്ഷിക്കണം. അവൻ തന്റെ ഫോണിൽ ടൈപ്പ് ചെയ്ത് അത് ജാനിക്ക് കാണിച്ചു കൊടുത്തു. ആദ്യമായിട്ടായിരുന്നു മോഹനിൽ നിന്നും അങ്ങനെ ഒരു നോട്ടം തന്നിലേക്ക് എത്തിയെന്ന് ജാനി അറിയുന്നത്. ഇങ്ങോട്ട് വരുന്ന വഴി കൂടുതൽ സമയവും താൻ കണ്ണുകളടച്ച് കിടക്കുമായിരുന്നു. ആ നിമിഷത്തിൽ എത്ര തവണ അയാളുടെ കണ്ണുകൾ തന്നെ അളന്നു കാണും. ആ ഓർമ്മയിൽ പോലും ജാനിക്ക് എന്തെന്നില്ലാത്ത ദേഷ്യം തോന്നി. നിങ്ങളുടെ വീട്ടിൽ വേറെ ഡ്രൈവർമാരില്ലേ? ഉണ്ടെങ്കിൽ നിന്റെ അമ്മയോട് പറ, അവരുടെ കൂടെ നിന്നെ വിടാൻ. ഇത്രയും ദൂരം ഇയാൾക്കൊപ്പം നീ തനിച്ച്. എന്തോ എനിക്കൊരു സമാധാനം ഇല്ലാത്ത പോലെ തോന്നുന്നു. അബി ടൈപ്പ് ചെയ്ത മെസ്സേജ് വീണ്ടും അവളെ കാണിച്ചു. അവൾ ഫോൺ വാങ്ങി മറുപടി ടൈപ്പ് ചെയ്തു. നീ വിഷമിക്കണ്ട അബി, എന്നെ ഒന്നും ചെയ്യാൻ ഇയാൾ ധൈര്യപ്പെടില്ല. പിന്നെ അയാളുടെ നോട്ടത്തിനുള്ള പണി അത് ഞാൻ വൈകാതെ കൊടുത്തോളാം. പിന്നീട് അവരിരുവരും പരസ്പരം വണ്ടിയിൽ വെച്ച് ഒന്നും തന്നെ സംസാരിച്ചില്ല. കുറച്ചു ദൂരം മുന്നോട്ട് പോയപ്പോൾ അബിയുടെ വണ്ടി പണി ചെയ്യാൻ കൊടുത്ത വർക്ക്ഷോപ്പ് എത്തി. മോഹൻ, ഇവിടെയൊന്ന് വണ്ടി നിർത്തണം. ദാ ആ കാണുന്ന വർക്ക്ഷോപ്പിന്റെ മുൻപിൽ. ജാനി കൈ ചൂണ്ടിക്കാണിച്ച വർക്ക്ഷോപ്പിനടുത്തേക്ക് മോഹൻ കാർ കൊണ്ടുവന്ന് ഒതുക്കി നിർത്തി. ജാനിയോട് യാത്ര പറഞ്ഞ് അബി ഇറങ്ങി. അവൻ അകന്നു പോയപ്പോൾ അവൾക്ക് എന്തെന്നില്ലാത്ത വേദന തോന്നി. ഇത്ര നേരം ഒരു കൂടെപ്പിറപ്പിനെ പോലെ തന്നോട് സംസാരിച്ചിരുന്നവനാണ്. ഒറ്റ മകളായി വളർന്നതുകൊണ്ട് തന്നെ ജാനിക്ക് സഹോദര സ്നേഹമൊക്കെ കിട്ടാക്കനിയായിരുന്നു. സ്വന്തം അച്ഛനാലും അമ്മയാലും സ്നേഹിക്കപ്പെടാത്ത ആരാലും സ്നേഹം എന്താണെന്ന് പോലും അറിയാതെ വളർന്നവൾ. അവൾക്ക് മുൻപിൽ കരതീർന്ന സ്നേഹം വെച്ച് നീട്ടിയ രണ്ട് പേരാണ് മിതുവും അബിയും. കാർ അല്പദൂരം മുൻപോട്ട് പോയ ശേഷം മോഹൻ ഒരു മരത്തിന്റെ അടുത്തായി വണ്ടി നിർത്തി. ജാനിയുടെ കണ്ണുകൾ നാലുപാട് സഞ്ചരിച്ചു. മറ്റു വണ്ടികളൊന്നും വരുന്നില്ല. റോഡിന്റെ ഒരു വശം മുഴുവനും കാട് പിടിച്ച് കിടക്കുന്നു. എതിർവശത്താണെങ്കിൽ പണി തീരാത്ത ഒരു കെട്ടിടവും. താനെന്തിനാ ഇവിടെ നിർത്തിയത്? ഫോണിൽ പോലീസിന്റെ എമർജൻസി നമ്പർ പെട്ടെന്ന് ഡയൽ ചെയ്തു വെച്ചുകൊണ്ട് ജാനി മോഹനോട് ചോദിച്ചു. എനിക്കൊന്ന് മൂത്രം ഒഴിക്കണം. വഷളതയോടെ അയാളത് പറഞ്ഞതും അവൾ നെറ്റിച്ചൊളിച്ചുകൊണ്ട് മുഖം തിരിച്ചു. മോഹൻ ഫോൺ എടുത്തു. അതിലേക്ക് മാനസിയുടെ കുറച്ചധികം മെസ്സേജുകൾ വന്ന് കിടപ്പുണ്ടായിരുന്നു. ഓരോന്നായി കേട്ട ശേഷം അതിനെല്ലാം അയാൾ കൃത്യമായി മറുപടി നൽകി. മാനസി അയച്ചു കൊടുത്ത സ്റ്റീഫൻ എന്ന കോണ്ടാക്റ്റിലേക്ക് മോഹൻ വിളിച്ചു. ഹലോ, സ്റ്റീഫൻ അല്ലേ? ഞാൻ മാനസി മാഡത്തിന്റെ ഡ്രൈവറാ, മോഹൻ. പറയൂ. മോഹൻ, താൻ വിളിക്കുമെന്ന് മേഡുവിനോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു. എവിടെയാണ് അവനെ ഇറക്കിയത്? കൃത്യമായി സ്പോട്ട് പറഞ്ഞതാ. എന്നാലേ എനിക്കും എൻ്റെ പിള്ളേർക്കും അവനെ ശരിക്കൊന്ന് പരിചയപ്പെടാൻ പറ്റൂ. കൃത്യമായിട്ട് മോഹൻ സ്പോട്ട് പറഞ്ഞു കൊടുത്തതും സ്റ്റീഫന്റെ കോൾ കട്ടായി. ബാക്കി അവൻ നോക്കിക്കോളും. കുടിലതയോടെ ഉള്ളിൽ പറഞ്ഞുകൊണ്ട് മോഹൻ വണ്ടിയെടുത്തു. ചുറ്റും പതിയെ പതിയെ ഇരുട്ട് വരുന്നത് കണ്ടതും ജാനിക്കുള്ളിലൊരു ഭയമുണ്ടായി. തന്റെ ലൈവ് ലൊക്കേഷൻ അവൾ മിഥുവിന് അയച്ചു കൊടുത്തു. ഉടനടി തന്നെ മിഥുവിന്റെ കോൾ അവളെ തേടി എത്തി. എന്താ ജാനി, എന്തെങ്കിലും ഇഷ്യൂ ഉണ്ടോ? ഞാൻ മെസ്സേജ് അയക്കാം. അത്രമാത്രം പറഞ്ഞുകൊണ്ട് ജാനി കോൾ കട്ട് ചെയ്തു. മിഥുവിന് മെസ്സേജ് അയക്കാൻ തുടങ്ങി. പേടിയാവുന്നു മിഥു. ഈ ഡ്രൈവറുടെ നോട്ടവും ഭാവവും ഒന്നും ശരിയല്ല. ഇറങ്ങും മുമ്പ് അഭിയും എന്നോട് സൂചിപ്പിച്ചതായത്. നീ ടെൻഷൻ ആവണ്ട. വീടെത്തും വരെ വെറുതെ ഫോൺ കോളിലിട്ട് വെച്ചു. ഞാൻ നിന്നോട് സംസാരിക്കാം. കുഴപ്പമില്ല മിഥു. ഞാൻ പെട്ടെന്നൊരു ടെൻഷൻ തോന്നിയപ്പോൾ നിന്നെ വിളിച്ചെന്നേ ഉള്ളൂ. ഞാൻ വീട്ടിലെത്തിയിട്ട് വിളിക്കാം. മിഥുവിനോട് അതും പറഞ്ഞ് ജാനി ഫോൺ കട്ട് ചെയ്തു. പിന്നീട് അവൾ സഞ്ചരിച്ച കാറ് വീട്ടുമുറ്റത്ത് കയറിയപ്പോഴാണ് അവൾക്കൊരു ആശ്വാസം തോന്നിയത്. ഉമ്മറത്ത് തന്നെ ദേഷ്യത്തോടെ വെച്ചുകെട്ടിയ മുഖവുമായി നിൽക്കുന്ന മാനസയും ജേനയും ഒരു വേള നോക്കിക്കൊണ്ട് ദേഷ്യത്തോടെ തന്നെ ജാനിയും അകത്തേക്ക് പോയി. എന്തായി മോഹൻ കാര്യങ്ങൾ? മേഡം പറഞ്ഞ പോലെ
ആ പയ്യന്റെ ഫോട്ടോയും അവൻ ഇറങ്ങിയ സ്ഥലവുമെല്ലാം ഞാൻ സ്റ്റീവന് പറഞ്ഞു കൊടുത്തു. സ്റ്റീവനും പിള്ളേരും ഇപ്പം അവിടെ എത്തിക്കാണും. അവനെ കൈകാര്യം ചെയ്തിട്ടുണ്ടാവും. മോഹൻ പറഞ്ഞത് മാനസിയുടെ മുഖം കൂടുതൽ തെളിഞ്ഞു. ജയന്റെ കയ്യിലിരുന്ന 500-ന്റെ ഒരു കെട്ട് നോട്ട് മോഹന്റെ കയ്യിലേക്ക് മാനസി വെച്ചു കൊടുത്തു. ഉള്ളം കയ്യിലിരിക്കുന്ന പണം കണ്ടതും മോഹന്റെ കണ്ണുകൾ തിളങ്ങി. ഇത് ഇന്ന് താൻ ചെയ്ത ജോലിക്കുള്ള കൂലിയാണ്. തുടർന്നങ്ങോട്ടും ഇതുപോലെ ആത്മാർത്ഥതയോടെ നിന്നാൽ താൻ പ്രതീക്ഷിക്കാത്ത തരത്തിലുള്ള സമ്മാനങ്ങൾ ഞാൻ തരും. ജയൻ മറ്റൊരു ഡ്രൈവർമാരെയും ഇനി ജാനിക്കൊപ്പം വിടണ്ട. മോഹൻ തന്നെ പോയാൽ മതി. എപ്പോൾ വേണമെങ്കിലും അവൾക്ക് കൂട്ടായിട്ട്. ജയനെ നോക്കിയത് ഓർമ്മിപ്പിച്ചുകൊണ്ട് മാനസി അകത്തേക്ക് കയറി. അതേസമയം റൂമിൽ ചെന്ന് കയറിയിട്ടും ജാനിക്കൊരു സ്വസ്ഥത കിട്ടുന്നില്ല. പെട്ടെന്ന് തന്നെ അവൾ കുളിച്ചു വേഷം മാറി. കുറച്ചധിക സമയം ബാൽക്കണിയിൽ കണ്ണുകൾ അടച്ച് ശാന്തമായിരുന്നു. ചെയ്യുന്ന ഓരോ പ്രവൃത്തിക്കും അവളുടെ ഉള്ളിൽ ആളിപ്പടരുന്ന താപം നിയന്ത്രിക്കാനാവുന്നില്ല. അവൾ ആദ്യം ഫോണെടുത്ത് അബിയെ വിളിച്ചു. ആദ്യം കുറേ പ്രാവശ്യം ബെല്ലടിച്ചെങ്കിലും പിന്നീട് അവന്റെ ഫോൺ സ്വിച്ച് ഓഫ് എന്ന് പറഞ്ഞതോടെ അവളുടെ മുഖം കൂടുതൽ ചുളുങ്ങി. പെട്ടെന്ന് തന്നെ ജാനി ഫോണെടുത്ത് മിഥുവിനെ വിളിച്ചു. വീട്ടിലെത്തിയോ ജാനി? എത്തി. നീ അബിയെ വിളിച്ചോ മിഥു? ഇല്ല. എന്താടി? പെട്ടെന്ന് മിഥുവിന്റെ വാക്കുകൾ കേട്ടത് ജാനി ഒരു നിമിഷം സ്റ്റക്കായതുപോലെ നിന്നു. ഹലോ ജാനി? ജാനി? മിഥു തുടരെ തുടരെ ജാനിയെ വിളിച്ചു. കേൾക്കുന്നുണ്ടോ ജാനി? ഉണ്ട്. പറയേ. എടി എന്താ പറ്റി? ഒന്നുമില്ല മിഥു, ഞാൻ നിന്നെ അങ്ങോട്ട് വിളിക്കാം. അസുഖകരമായതെന്തോ സംഭവിക്കാൻ പോകുന്നു എന്ന് തോന്നലേ ജാനിക്ക് തല പൊട്ടിപ്പിളർക്കും പോലെ വേദനിച്ചു. അതേസമയം തന്നെ അവൾ അബിയുടെ ഫോണിലേക്ക് മാറി മാറി വിളിക്കുന്നുണ്ട്. തുടരെ സ്വിച്ച് ഓഫ് എന്ന മറുപടി ലഭിച്ചതോടെ ജാനി ഫോൺ അമർഷത്തോടെ കട്ടിലേക്ക് ഇട്ടു. അതേസമയം റൂമിലൂടെ അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കുകയാണ് മാനസി. മറ്റൊന്നുമല്ല, അവൾ നേരം കുറേ സ്റ്റീഫനെ ഫോണിൽ ട്രൈ ചെയ്യുന്നു. പക്ഷെ ഇതുവരെ സ്റ്റീഫൻ കോൾ എടുത്തിട്ടില്ല. എന്തായി മാനസി, സ്റ്റീഫൻ കോൾ എടുത്തോ? അവർക്കരികിൽ നിന്ന് ജയൻ ചോദിച്ചു. ഇല്ല ചേട്ടാ. അപ്പോഴായിരുന്നു മാനസിയുടെ ഫോണിലേക്ക് വൈഫുവിന്റെ കോൾ വന്നത്. അത്യധികം സന്തോഷത്തോടെ ജയനോട് മാനസി പറഞ്ഞു. വൈഫുവാണ് വിളിക്കുന്നത്. ആഹാ, താൻ കോൾ എടുക്ക്. ഹലോ വൈഫു, എന്തൊക്കെയുണ്ട് എൻ്റെ വിശേഷം? സുഖമല്ലേ? അതേ വൈഫു. അങ്കിൾ എവിടെ? ഇവിടെ ഉണ്ട് ആൻറ്റി. ഞാനിപ്പോൾ വിളിച്ചത് മറ്റൊന്നിനുമല്ല, ഒരു ചെറിയ റിക്വസ്റ്റ് ഉണ്ട്. ജാൻവിയെ ഇന്ന് എനിക്കിപ്പോൾ ഒരു പാർട്ടിക്ക് വിടാമോ? ഫ്രണ്ടിൻ്റെ പാർട്ടിയാണ്. ഓൾറെഡി എൻ്റെ റിംഗ് എക്സ്ചേഞ്ച് ഒക്കെ കഴിഞ്ഞ വിവരം അവരൊക്കെ അറിഞ്ഞു. ഇപ്പോൾ അവർക്ക് എല്ലാവർക്കും ഒരേ നിർബന്ധം, ഞാൻ വിവാഹം കഴിക്കാൻ പോകുന്ന ആളെ കാണണമെന്ന്. ഞാൻ കരുതി ജാൻവിയെ ഇന്ന് എൻ്റെ ഫ്രണ്ട്സിനൊക്കെ ഒന്ന് ഇൻട്രൊഡ്യൂസ് ചെയ്ത് കൊടുക്കാന്ന്. ആണോ? അതൊരു നല്ല കാര്യമാണല്ലോ. ഞാൻ ജാൻവിയോട് പറയാം. അവൾ റെഡിയായിരിക്കും. കുറച്ചു മുന്നേ കോളേജിൽ നിന്ന് വന്നത്. ആണോ? എങ്കിലൊരു 1 അവറിനുള്ളിൽ ഞാൻ ജാനിയെ പിക്ക് ചെയ്യാൻ വരാം. ഓക്കെ വൈഫോ. മാനസി അവരുടെ വാർഡ്രോബിൽ ഹാങ്ങറിൽ തൂക്കിയിട്ടിരുന്ന ഒരു ഡാർക്ക് ഗ്രീൻ കളറിൽ ഗോൾഡൻ സ്റ്റോൺ പതിപ്പിച്ച ഡിസൈനർ സൽവാർ സെറ്റും കയ്യിലെടുത്തുകൊണ്ട് ജാനിയുടെ റൂം ലക്ഷ്യമാക്കി നടന്നു. മുൻപ് പലപ്പോഴായി ജാനിക്ക് മാനസി വാങ്ങിയ ഒരുപാട് വസ്ത്രങ്ങൾ ഇന്നും അതേപടി മാനസിയുടെ കബോർഡിലിരിപ്പുണ്ട്. ഓരോ പ്രാവശ്യവും ഓരോ രാജ്യങ്ങൾ സന്ദർശിച്ചു മടങ്ങുമ്പോൾ അവൾക്കായി അവർ എന്തേലും വാങ്ങിക്കൊണ്ടുവരും. അല്പനേരം മാനസി അവരുടെ ഡോറിൽ നോക്ക് ചെയ്തു. അതിനുശേഷമാണ് ജാനി വന്ന് വാതിൽ തുറന്നത്. അധികാരത്തോടെ മാനസി ഉള്ളിലേക്ക് കയറി. എങ്ങോട്ടായി തള്ളിക്കയറി പോകുന്നത്? ഞാൻ പല പ്രാവശ്യം പറഞ്ഞിട്ടുണ്ട്, എൻ്റെ അനുവാദമില്ലാതെ എൻ്റെ റൂമിനകത്തേക്ക് വരരുതെന്ന്. ജാനിയുടെ സംസാരം മാനസിക്ക് അത്ര ഇഷ്ടമായില്ലെങ്കിൽ പോലും അവർ മറുത്തൊന്നും പറഞ്ഞില്ല. ഈ ഡ്രസ്സിട്ട് റെഡിയായി നിൽക്ക്. 1 മണിക്കൂറിനുള്ളിൽ വൈഫോ വരും. എന്തിന്? വൈഫോവിൻ്റെ ഏതോ ഫ്രണ്ടിൻ്റെ പാർട്ടി ഉണ്ടെന്ന്. ഇന്ന് വൈഫോവിൻ്റെ ഫ്രണ്ട്സിന് എല്ലാവർക്കും നിന്നെ ഇൻട്രൊഡ്യൂസ് ചെയ്യണമെന്ന്. അതുകൊണ്ട് നീ എന്താ ജാൻവി നിന്ന് പൊട്ടം കളിക്കുന്നത്? വേഗം ഇത് ധരിച്ച് അവനൊപ്പം നീ പാർട്ടിക്ക് പോകാൻ തയ്യാറാകുക. ഇല്ല, നിങ്ങൾക്കൊരു വിചാരമുണ്ട് ഞാൻ നിങ്ങളുടെ അടിമയാണെന്ന്. എന്തു പറഞ്ഞാലും അനുസരിക്കുന്ന അടിമ. ഇനി അത് നടക്കില്ല. ഞാനിന്ന് വൈഫുവിനൊപ്പം എന്തായാലും പോകില്ല. ഇനി എന്നെ തല്ലിക്കൊല്ലുമെന്ന് പറഞ്ഞാലോ, മുത്തശ്ശി എന്തെങ്കിലും ചെയ്യുമെന്ന് പറഞ്ഞ് ഭീഷണിപ്പെടുത്തിയാലും ഒരു കാര്യവും നടക്കാൻ പോകുന്നില്ല. തല്ലുവോ കൊല്ലുവോ എന്താണെന്ന് വെച്ച് ചെയ്യും. നിങ്ങൾ എന്നെ ജനിപ്പിച്ചു. ഇനി എൻ്റെ അവസാനവും
നിങ്ങളുടെ കൈകൊണ്ടാണെങ്കിൽ അങ്ങനെ തന്നെ ആവട്ടെ. സത്യം പറഞ്ഞാൽ ഞാനിപ്പോൾ എൻ്റെ ജീവിതം മടുത്തു. തൻ്റെ ഉള്ളിലെ ടെൻഷനും ദേഷ്യവും അമർഷവും എല്ലാം മാനസിയുടെ മേൽ ജാനി തീർത്തു. എന്നാൽ അവൾ അത്രയും പറഞ്ഞിട്ടും അത് കേട്ടതായി പോലും ഭാവിക്കാത്ത രീതിയിൽ മാനസി പിന്നെയും തുടർന്നു. മര്യാദയ്ക്ക് ഈ ഡ്രസ്സ് ഇട്ട് 1 മണിക്കൂറിനുള്ളിൽ താഴേക്ക് വന്നിരിക്കണം. അല്ലെന്നുണ്ടെങ്കിൽ കോളേജും പഠിപ്പുമൊക്കെ എൻ്റെ മോളങ്ങ് മറന്നു കളയാൻ. ദേഷ്യത്തിൽ അതും പറഞ്ഞ് വെട്ടിത്തിരിഞ്ഞ് മാനസി റൂമിന് പുറത്തേക്ക് ഇറങ്ങി. ജാനി ഡോർ വലിച്ചടച്ചു. അവൾക്ക് എങ്ങനെയെങ്കിലും ഈ വീട്ടിൽ നിന്ന് രക്ഷപ്പെട്ടു പോയാൽ മതിയെന്ന് തോന്നി. സമയം മുന്നോട്ട് പോയിക്കൊണ്ടിരുന്നു. ബാൽക്കണിയിൽ നിന്ന് ജാനി കാണുന്നുണ്ടായിരുന്നു ഗേറ്റും കഴിഞ്ഞ് അകത്തേക്ക് വരുന്ന വൈഭവിന്റെ കാർ. അവൾ നിന്നിടത്ത് നിന്നു, അനങ്ങിയില്ല. വരുന്നത് വരട്ടെ എന്ന ഭാവത്തിൽ അവൾ അവിടെ തന്നെ നിന്നു. അല്പനേരത്തിന് ശേഷം തന്റെ റൂമിന്റെ ഡോറിൽ ആരൊക്കെയോ തട്ടുന്നത് അവൾ അറിഞ്ഞു. ജയന്റെയും വൈഭവിന്റെയും മാനസിയുടെയും ശബ്ദങ്ങൾ മാറി മാറി ജാൻവി കേട്ടു. അതോടൊപ്പം തന്നെ മാനസിയുടെ ഫോൺ കോളുകൾ അവളെ തേടി എത്തിക്കൊണ്ടേയിരുന്നു. ഫോൺ ഫ്ലൈറ്റ് മോഡിലിട്ട് സൈഡ് ടേബിളിന്റെ മുകളിൽ വെച്ച് ജാനി. ചിലപ്പോ ജാൻവിക്ക് എൻ്റെ ഒപ്പം വരാൻ ഇഷ്ടമില്ലായിരിക്കും ആൻറ്റി. ഇനി അയാളെ വിളിച്ച് ബുദ്ധിമുട്ടണ്ട. വൈഭവ് ആവശ്യത്തിലധികം വിനയം മുഖത്ത് വാരി വിതറിക്കൊണ്ട് പറഞ്ഞു. ആ സമയം വൈഭവിന് മുൻപിൽ തീരെ ചെറുതായി പോയതുപോലെ മാനസിക്ക് തോന്നി. അവരുടെ തല കുനിഞ്ഞു. ഞാൻ ഇറങ്ങട്ടെ ആൻറ്റി, വൈഭവ് പറഞ്ഞു. ഒരു നിമിഷം, ഞാൻ അവളെ ഒന്നുകൂടി വിളിച്ചു നോക്കട്ടെ. ചിലപ്പോൾ അവൾ ഉറങ്ങിപ്പോയെങ്കിലോ. വന്ന് കയറിയപ്പോഴേ പറഞ്ഞിരുന്നു നല്ല ക്ഷീണമുണ്ടെന്ന്. അതും പറഞ്ഞ് മാനസി ജാനിയുടെ ഫോണിലേക്ക് വിളിച്ചു. എന്നാൽ സ്വിച്ച് ഓഫ് എന്ന മറുപടി വന്നതോടെ മാനസിയുടെ മുഖം വീണ്ടും താഴ്ന്നു. അയാൾ അകത്തുണ്ടായിരിക്കും. അല്ലെങ്കിൽ ആദ്യം നമ്മൾ ഫോൺ വിളിച്ചപ്പോൾ ബെല്ല് കേട്ടതല്ലേ. ദാ ഇപ്പോൾ പറയുന്നു സ്വിച്ച് ഓഫ് എന്ന്. ഇത് ജാൻവി മനഃപൂർവ്വം എൻ്റെ കൂടെ വരാതിരിക്കാനായി ഫോൺ ഓഫ് ചെയ്ത് മിണ്ടാതെ റൂമിനകത്ത് തന്നെ ഇരിക്കുന്നതാ. പാർട്ടി തുടങ്ങാൻ സമയമായി, ഞാൻ ഇറങ്ങുക. അത്രയും പറഞ്ഞുകൊണ്ട് വൈഭവ് താഴേക്ക് നടന്നു. മാനസി പിന്നിൽ നിന്ന് വിളിച്ചെങ്കിലും അത് കേട്ടതായി പോലും ഭാവിക്കാതെ അവൻ നടന്നു. കുറച്ച് സമയത്തിന് ശേഷം ജാനി കണ്ടു വൈഭവിന്റെ കാറ് കോമ്പൗണ്ട് കടന്നു പോകുന്നത്. അവളുടെ ഉള്ളിലൊരു വിജയ ചിരി മുഴങ്ങി. ആശ്വാസത്തോടെ അവൾ ബാൽക്കണിയിൽ നിന്ന് റൂമിലേക്ക് കയറി. ജാനി, നിന്നോട് വാതി തുറക്കാനാ പറയുന്നേ. ഞാൻ പറയുന്നൊക്കെ നീ വ്യക്തമായി കേൾക്കുന്നുണ്ടെന്ന് എനിക്കറിയാം. എന്നെ മനഃപൂർവ്വം നാണം കെടുത്താൻ വേണ്ടി തന്നെയല്ലേ നീ ഇതിനകത്ത് കയറി കഥകടച്ചിരിക്കുന്നത്. അസത്തെ, വാതി തുറക്ക്. പറയുന്നതിനൊപ്പം തന്നെ വാതില് കൈവച്ചടിക്കുകയും കാൽ വെച്ച് തൊഴിക്കുകയും ഒക്കെ ചെയ്യുന്നുണ്ട് മനസ്സി. കുറച്ചു സമയം കഴിഞ്ഞപ്പോൾ ആരുടെയും ശബ്ദം കേൾക്കാതായതോടെ അവരെല്ലാവരും പോയി കാണുമെന്ന് ജാനിക്ക് മനസ്സിലായി. അവൾ ആശ്വാസത്തോടെ ബെഡിലേക്കിരുന്നു. അതേസമയം തന്നെയാണ് മിഥുവിന്റെ കോൾ ജാനിയെ തേടി എത്തിയത്. നീ എന്താ ജാനി ഫോൺ ഓഫ് ചെയ്ത് വെച്ചത്? എത്ര നേരം കൊണ്ട് ഞാൻ വിളിക്കുന്നു. ഫോൺ എടുത്ത പാട് ഒരു ഹലോ പോലും പറയാതെ മിഥു പറഞ്ഞു. എന്താ മിഥു, നീ എന്തിനാ വിളിച്ചേ? നിന്റെ ശബ്ദം എന്താ വല്ലാണ്ട്? മിഥുവിന്റെ ശബ്ദത്തിലെ ഇടർച്ച തിരിച്ചറിഞ്ഞുകൊണ്ട് ജാനി ചോദിച്ചു. അത് നമ്മുടെ അബിക്ക് എന്തു പറ്റി? ചോദിക്കുമ്പോൾ അറിയാതെ ജാനിയും കരഞ്ഞുപോയി. പിന്നീട് മിഥുവിന്റെ വായിൽ നിന്ന് വീണ വാക്കുകൾ കേൾക്കി ജാനിയുടെ മിഴികൾ അനുസരണയില്ലാതെ നിറഞ്ഞൊഴുകി. ഒരു ആശ്രയത്തിനായി അവൾ ബാൽക്കണി റെയിലിങ്ങിലേക്ക് കൈചേർത്ത് വെച്ചു. തുടരും. കഥ ഇഷ്ടമായെങ്കിൽ സപ്പോർട്ട് വേണം കേട്ടോ. സ്നേഹത്തോടെ മിത്രവിന്ദ. താങ്ക് യു.